നമസ്കാരം. കോമഡി മസാലയുടെ ഒരു പുത്തൻ ചിരിക്കൂട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കോമഡി മസാലയുടെ ഭാഗമാവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഓഡിയൻസിനെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ഷോയുടെ ഭാഗമായ രണ്ട് അതിഥി താരങ്ങൾ, അവരെ കൂടി സ്വാഗതം ചെയ്യുന്നു. ഉല്ലാസ് പന്തളം ആൻഡ് ബിനു അടിമാലി. അപ്പോ നമസ്കാരം. രണ്ടുപേർക്കും സ്വാഗതം. എന്ത് സ്വാഗതം പറഞ്ഞു നിങ്ങൾക്ക് സന്തോഷമില്ലാത്ത? എന്റെ ഉള്ളിലെ സന്തോഷം പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. കുറച്ച് ഡിലേ ഉണ്ടെന്ന്. അതെ അതെ, ഇങ്ങനെ അതിനിടയ്ക്കൂടെ ഇങ്ങനെ നടന്നു വന്ന് തട്ടാതെ, ആരെയും തട്ടാതെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാന്നുള്ളതായിരുന്നു ഇന്നത്തെ ടാസ്ക്. എന്നാലും അത് വിജയകരമായി പൂർത്തിയാക്കി രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. ഉല്ലാസിന്റെ പനിയാണോ? ചെറുതായിട്ടൊരു ചീറാപ്പ്, ചെറിയൊരു ചീറാപ്പ്. പനിയുടെ ആരംഭം. അതിനെങ്ങനെയാണോ പറയാ? എന്താണ് പറയുന്നത്? ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ടീം കിങ് ജോക്കേഴ്സ് ആണ് ഇന്നൊരു രസികൻ സ്കിറ്റുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അയ്യോ, അതെ നാരായണന്റെ മോൻ വന്നിരിക്കുന്നതണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ ഇവൻ അത് വഴി വിളിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തോരം തെറി പറഞ്ഞു. എഴുന്നേറ്റ് രണ്ട് തെറി പറയോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അയ്യോ ബിജുക്കുട്ടൻ വന്നിരിക്കണ അണ്ടാ. നിങ്ങൾക്ക് 750 രൂപ തരാനുള്ളതാണെന്നേ. എഴുന്നേറ്റാ കാശ് ചോദിക്ക് വഴിക്കാ വച്ചരി മേടിക്കാവേ. അയ്യോ സർവസസ്യ സൃഷ്ടി പിതാവ്, അവന്റെ ആത്മാവിന് ശാന്തി കിട്ടരുത്. ശാന്തമ്മേ, കിടക്കണ കിടപ്പ് കണ്ടാ രണ്ടുപേരും കൂടെ ഒന്നിച്ച് എന്ത് കൂട്ടായിട്ടിരുന്ന ആളാണ്. എന്റെ ദൈവം, എനിക്ക് എന്നാലും ഞാനിത് എങ്ങനെ നയിക്കും എന്റെ അമ്മാവാ? സംഭവിച്ചെന്നാ അവൻ എന്തായാലും മരിച്ചവൻ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ലല്ലോ. തിരിച്ചു വരുമോ? അമ്മാവൻ ഈ സമയത്ത് പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് അറിയത്തില്ല. എന്നാലും അമ്മാവൻ പറയാം. അമ്മാവന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. എടി, അതല്ലെന്ന്, നിനക്കൊരു രണ്ടാം വിവാഹം, അതാ അമ്മാവൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എങ്ങനെ എന്നോട് തോന്നി പറയാനായിട്ട്? എന്റെ ദൈവമേ, എന്റെ വായിന്ന്, അയ്യോ എന്റെ പൊന്നെ, എന്നാലും ഈ നേരത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ല. എന്റെ വായിന്നങ്ങ് വീട് വിട്ടാറ്. ഞാൻ ഇനി അത് പറയുന്നത്. എനിക്കിപ്പൊ കല്യാണം വേണ്ടേ, എനിക്കിപ്പൊ കല്യാണം വേണ്ടേ, എനിക്കിപ്പൊ കല്യാണം വേണ്ടായിരുന്നു. പിന്നെ എപ്പോ കല്യാണം വേണം? ഒരു 3 ദിവസം കഴിയട്ടെ. ശാന്തമ്മേ, ഈ 3 ദിവസം നീ എങ്ങനെ പിടിച്ചു നിൽക്കും? അയ്യോ, ശരി, 5 മിനിറ്റ് മുമ്പാണ് ഞാൻ വന്നിരുന്നെങ്കിൽ മറിച്ചാൻ കിട്ടേനെ. 12 മണിക്കൂർ കഴിഞ്ഞു മരിച്ചിട്ട്. അല്ല, 5 മിനിറ്റ് വന്നിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാനാ? അല്ല, ഇതെന്നെ ഇങ്ങനെ ഇരുത്തിയാക്കണത്? അതറിയില്ലേ? ഇല്ല. ഡോക്ടർ പറഞ്ഞു ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ള ആളാണ്, കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുത്തിയേക്കുന്നത്. ഡിസ്കിന് കംപ്ലൈന്റ് ആണ്. പെൻ ഡ്രൈവർ മേടിച്ചു നോക്കാൻ വരാം. എങ്ങനെ? പെൻ ഡ്രൈവർ? ഡിസ്കിന് കംപ്ലൈന്റ് പെൻ ഡ്രൈവോ? ഇതൊക്കെ എപ്പോഴുള്ള ആൾക്കാരാണെന്നറിയാവോ? പഴയ ആൾക്കാരാണ്, കാസറ്റൊക്കെ ഉള്ള സമയത്തുള്ള ആളുകളാണ്. പെൻ ഡ്രൈവ് പറ്റുകയല്ല. മനസ്സിലായില്ല? ആളിനെ മനസ്സിലായില്ല? മെമ്പറാ അത്? ഓണം മെമ്പറാണോ അതോ ക്രിസ്മസ് മെമ്പറാണോ? ഓണം മെമ്പർ, ക്രിസ്മസ് മെമ്പർ, പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ഇപ്പോഴാണോ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോഴാണോ പറഞ്ഞത്? നിങ്ങളൊക്കെ അല്ലേ ആദ്യം ഇവിടെ വരേണ്ടത്? വണ്ടെന്ന് പറയാൻ ഞാനിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഡൽഹിക്ക് പോയല്ലായിരുന്നോ? അത് കൊള്ളാം. ഈ സഞ്ചാര ദിവസമല്ലേ ഇഡലിയൊക്കെ വേണം. നിങ്ങൾ ഇപ്പൊ ഇഡലി പോയി മേടിച്ചോണ്ട് വരേണ്ട കാര്യം എന്താണ്? ഇപ്പൊ ഇഡലിക്ക് പോയെന്ന് പറഞ്ഞു. ഇഡലി എല്ലാം ഡൽഹിക്ക് പോയതായിരുന്നു പ്രധാനമന്ത്രിയെ കാണാൻ. ഡൽഹിയിലായിരുന്നു? പിന്നെ അന്നേരമാണ് കുട്ടൻ ചത്തു എന്ന് വിളിച്ച് ഫോൺ വന്നത്. അപ്പൊ തന്നെ ഒരു കള്ളവണ്ടി കയറി പോകുന്നു. മരിച്ചയാളുടെ ആരായിട്ട് വരും? മരിച്ചാൾ രാത്രി പ്രേതമായിട്ട് വരും, നമ്മളെ പേടിപ്പിക്കും. അതല്ല പറഞ്ഞത്, മരിച്ച ആളുടെ ആളായിട്ട് വരും. ഞാനോ? ഞാന് അവളുടെ അമ്മാവനാണ്. 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 പിന്നെ ഞങ്ങള് സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ? സുഹൃത്തുക്കൾ ഞങ്ങൾ ഭയങ്കര കമ്മി.
അടി ഏ? അടി അതെന്താ? നല്ല കമ്പനിയാ, ആണല്ലേ? ഭയങ്കര ഇതാ. പിന്നെ പുള്ളിയല്ലേ എന്നെ വിഷം അടിച്ചു തന്നേക്കുന്ന പുള്ളിയല്ലേ, പുള്ളി വിഷം ഒഴിച്ചു തന്നു എന്ന്? ഗൾഫിൽ കൊണ്ടുപോകും വിഷ വിഷമല്ല, വിസ. ആ വിസ അത് പുള്ളിയല്ലേ അടിച്ചത്. അത് ശരി. എന്നിട്ട് അതെ അത് എന്ത് ജോലിയായിരുന്നത്? ഏതാ എന്ത് ജോലിയായിരുന്നു? പനയെ കയറാൻ. പന കയറാൻ രക്ഷയായിരുന്നു. അല്ലെന്ന് ഈന്തപ്പനയില്ലേ, ഉവ്വ. അത് കയറാൻ വേണ്ടി പുള്ളി. ഈന്തപ്പന എന്തിനു കയറണേ? ഈന്തപ്പഴം ഇല്ലേ, ആ, ഈന്തപ്പഴത്തിനകത്തൊരു കുരുമില്ലേ, കുരു. ആ ആ, ആ കുരു അതിനകത്ത് നിറയ്ക്കാൻ. എങ്ങനെ? ഈന്തപ്പഴമില്ലേ, ആ. ഈന്തപ്പഴത്തിനകത്തൊരു കുരുമില്ലേ, ഉവ്വ. ആ കുരു അതിനകത്ത് നിറയ്ക്കാൻ. അല്ല സാറേ, ആക്ച്വലി അതിന്റെ അകത്ത് ഓൾറെഡി ഉള്ള കുരു അല്ലേ? അല്ല അല്ല അല്ല, ഞാനും അങ്ങനെ വിചാരിച്ചത്. ആ, ഈ കുരു അതിനകത്തുള്ളതല്ല, അല്ല. ഇദ്ദേഹമാണ് പറഞ്ഞത് നമ്മൾ നിറയ്ക്കുന്നതാണ്. ആ. അപ്പൊ ഇപ്പൊ നിറച്ചോണ്ടിരിക്കുന്ന ആള് ലീവിന് വരും. ഇനിയിപ്പൊ ഞാൻ ചെന്നിട്ട് ഞാൻ നിറയ്ക്കണം. അങ്ങനെയാ? ആ ജോലി എനിക്ക് തന്നു. ആ ജോലിയാണ്. ആ, എത്ര രൂപ കൊടുത്തു? ഞാൻ 70,000 70,000 രൂപ കൊടുത്തു. 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 ആ, കിട്ടും. എന്ത് അങ്ങ് ചെന്നാ മതി, ജോലി കിട്ടും. പന വെട്ടി നിന്നെ തല്ലും. അറബി. ആ, നാശം പിടിച്ചവനെ ഇവന്റെ കയ്യിൽ നിന്ന് 70,000 രൂപ മേടിച്ചിട്ട് കുത്തിയിരിക്കണ കണ്ടില്ലേ? എനിക്ക് എന്തായാലും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ? ഉറപ്പാ. ഞാൻ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും. സർവസസ്യ സസ്യപിതാവോ എന്നെ തെറ്റിക്കണമേ, എന്നെ തെറ്റിക്കുമോ, എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. ഇതെന്നെ ഈ കളിക്കണ ഇതിന്റെ അകത്ത് കിടന്ന് നാക്കെ ഇതിങ്ങനെയൊക്കെ കളിക്കും അത്? ആ, അങ്ങനെ കളിക്കൂലേ? ആണോ? ഞാൻ എന്ത് വേണേലും ചെയ്യും. ആഹാ. ഞാൻ പറഞ്ഞ അങ്ങനെ അങ്ങ് മരിച്ചു പോയി. ശാന്തേച്ചി, മെമ്പറേ കിടക്കണ കിടപ്പ് വേണ്ട മെമ്പറേ. ശാന്തേച്ചി, അതെ പെണ്ണുങ്ങൾ ഇങ്ങനെ കിടന്ന് കരഞ്ഞു കഴിയുമ്പോ തന്നെ എനിക്കൊരു വിഷമ. ശാന്തേച്ചി, ഇപ്പൊ ഇത്തിരി വിഷമം ഉണ്ടെങ്കിലും പിന്നീട് സുഖം കിട്ടുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു തരാം. നടക്കുന്ന കേസല്ല, ഞാൻ പറഞ്ഞ് പൊളിഞ്ഞിരിക്കുക. അയ്യോ, അതല്ലല്ലോ. ചേട്ടൻ മരിച്ചല്ലോ. അല്ല, ചേട്ടൻ എങ്ങനെയാ മരിച്ചത്? അറിഞ്ഞില്ലേ? ഇല്ല. നീ വാ. ആ, ഉത്തരം മുട്ടിയില്ലേ ചേട്ടൻ മരിച്ചു പോയത്? അത് നിങ്ങൾ എന്നാ ചോദ്യം ചോദിച്ചിട്ടാ പുള്ളി ഉത്തരം മുട്ടിച്ചത്ത്? ചോദ്യം ചോദിച്ചു ഉത്തരം മുട്ടയല്ലെന്നെ. പുള്ളി കുളിസി കാണാൻ വേണ്ടി ഒരു വീടിന്റെ മേളിൽ കയറി. ആ, അപ്പൊ അവർ ഇതാന്ന് വിളിച്ചു. ഈ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ വെച്ചാ തലേന്ന് ഉത്തരത്തെ എടുത്ത് അങ്ങനെ ഉത്തരം മുട്ടി മരിച്ചു. അങ്ങനെ മരിച്ച? ആ, അതെ. ഇവിടെ 3 മുടി കുറവാണ്. ആഹാ. ഈ 3 മുടി ആ ഉത്തരത്തെ ഇരിപ്പുണ്ട്. മയിൽപ്പീലി ഇരിക്കണോ അല്ലെങ്കിൽ ഇരിപ്പുണ്ട്. അതാണ് സംഭവം. ചേച്ചി, ഞാൻ ആ രീതിക്ക് പറഞ്ഞതല്ല. പറഞ്ഞെന്നാന്ന് വെച്ചാൽ നമുക്കേ ഇങ്ങനെ ഉത്തരം മുട്ടി മരിച്ചെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയല്ല. ഓട് മാറാൻ കയറിയപ്പോൾ കാല് തെന്നി താഴെ വീണു എന്ന് പറഞ്ഞാൽ കിട്ടുള്ളൂ. അത് ഞാൻ മേടിച്ചു തരാം. 5000 രൂപ മേടിച്ചു തരാം. മേടിച്ചു തരാം കേട്ടോ. പിന്നെ കുട്ടന്റെ പടം ഫ്ലെക്സ് ഫ്ലെക്സ് അത് ഫ്ലെക്സ് വെക്കണം. വെക്കണ്ടേ? അത് അന്തസ്സാണ്. അത് ഫോട്ടോ. ചേച്ചി, അതെ ചേട്ടന്റെ ഫോട്ടോ വല്ലോ? ഇല്ല. അല്ല, പഴയ ഫോട്ടോ, കല്യാണ ഫോട്ടോ, ഇല്ല. തിരിച്ചറി കാർഡില് വാ. എന്നാ? എവിടെ കൊണ്ടുപോ? ചേച്ചി വേറെ മൂടില്ല. എന്താണോ താൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞ വേറെ ഫോട്ടോ വേണ്ടേ? ഫോട്ടോ വേറെ ഫോട്ടോ വേണ്ടേ? ഫോട്ടോ വെക്കുന്നതാണ് ഫോട്ടോ വെക്കുന്നത്. ഫോട്ടോ ഫ്ലെക്സ് വെക്കണ്ടേ? ഫോട്ടോ വേണ്ട. ഫോട്ടോ വേണ്ട. ചേച്ചി, അതെ ഈ ഫോട്ടോ സ്റ്റാർട്ട് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അകത്ത് കിടന്ന് കരയണുണ്ടേ. ഫോട്ടോ സ്റ്റാർട്ടോ? ഇളയ പോലെ അകത്ത് കിടന്ന് കരയണുണ്ടേ. ഇങ്ങനെ ഫോട്ടോ സ്റ്റാർട്ടാണെന്ന് നാട്ടുകാർ മുഴുവൻ നാട്ടുകാർ പറയേ. പറയുന്നത് ഇളയ കൊച്ചു ഈയുടെ ഫോട്ടോ സ്റ്റാറ്റ് എന്നാ പറയുന്നത്. ആ, അതിനെ കൊണ്ട് ഫോട്ടോ എടുക്കേ. ആ കൊച്ചിനെ എങ്ങനെ മെഷീൻ്റെ അകത്തോടെ കയറ്റി ഞാൻ എങ്ങനെ ഫ്ലെക്സ് അടിക്കും? അത് ശരിയാണല്ലോ. ഈ അല്ല, അറിയിക്കാനുള്ളവർക്ക് അറിയിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇത് നമ്മുടെ അവൻ ആരാ വെട്ടി മേടിക്കുന്ന ആരാ? അവ പോയിട്ടുണ്ട് മൂത്ത മരുമോനെ തമ്പി. അവനാ വെട്ടി മേടിക്കാൻ പോയിക്കുന്നത്. ഉവ്വ. മകനുണ്ട്, നാടകക്കാരനാണ്. അവനെ വിടത്തില്ല, കമ്മിറ്റിക്കാർ പിടിച്ചു വെച്ചേക്കുക. ഇന്ന് നാടകം കളിക്കാൻ പോലത്തെ കമ്മിറ്റിക്കാർ പിടിച്ചു വെച്ചേക്കുക. MLA കൊണ്ട് വിളിപ്പിച്ചുകൊണ്ട് വിട്ടാൽ അവൻ വരും. വന്നാ മതി. വന്നാ മതി. കർമ്മം നടക്കണ്ടേ? മൂത്ത മരുമോനെ അവൻ വെട്ടി മേടിക്കുമ്പോ അവന് തമ്പി കണ്ടക്ടർമാര് നോട്ട് ഇങ്ങനെ കയ്യിൽ ഇടയിൽ വെക്കത്തില്ലേ, ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇടയിൽ പിടിച്ചോണ്ട് ഒരു ബിവറേജിന്റെ കമ്പിയെ പിടിച്ചോണ്ട് ഇപ്പൊ ഉണ്ട് തമ്പി. വരുമോ? ദൈവമേ, അപ്പൊ ഇങ്ങനെ പെട്ടിയില്ലാതെ പച്ചവള്ളി കുഴിച്ചിടേണ്ടി വരുന്നേ. അവൻ വരുന്നുണ്ട്. വരുന്നുണ്ട്. പ്രശ്നമുണ്ട്.
എന്നെ കാണിക്കൂ. അവിടെ കിടന്ന് ഇങ്ങോട്ട്. തമ്പി തമ്പി എനിക്ക് കാണണം. തമ്പി കണ്ടോ? എന്നെ വിട്. എടാ, തമ്പി കണ്ടോടാ. ഇതല്ല, നീ പോയി കാണ. എനിക്ക് കാണണം. നീ പോയി കണ്ടോ? കാണാം. കാണ്. സങ്കടമുണ്ട് ഭയങ്കരമായിട്ട്. അത് അറിഞ്ഞിട്ടേ. കണ്ടേ കണ്ടല്ലോ. കണ്ട്? മിണ്ടരുത്. പൈൻ്റാണോ? മരിച്ചെന്നറിഞ്ഞവൻ റിലേ വിട്ടെന്ന് തോന്നുന്നു. തമ്പി നീ എന്ത് ഉദ്ദേശിക്കുന്നേ? നീ എന്ത് കാണിക്കുന്നേ തമ്പി? നീ എന്ത് കാണിക്കുന്നേ? ഞാൻ ഇവിടുത്തെ ആരാ? നീ ഇവിടുത്തെ മൂത്ത മരുമോൻ. ഞാൻ മൂത്ത മരുമോനല്ലേ? അതെ. എന്റെ അമ്മായിപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത്? നീയാണ് ഇവിടുത്തെ മൂത്ത മരുമകൻ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ വേണം ഇവിടെ മേക്കപ്പ് ചെയ്യാൻ. കഴിഞ്ഞാൽ നിങ്ങളെ മേക്കപ്പ് ചെയ്യും ഞാൻ. ഇതാ ആ മേക്കപ്പ് ആണോ? ഞാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളെ വെട്ടി കൊണ്ടുവന്നോ? പെട്ടി എന്നാ അടച്ചു വെക്കണ്ടേ? അടച്ചു വെക്കാൻ നിധികുമ്പാണത്. ദഹിപ്പിക്കണ്ടേന്ന്. അയ്യോ, ദഹിപ്പിക്കരുത്, ദഹിപ്പിക്കരുത്. അതെന്താണ്? ദഹനക്കേടുള്ള മനുഷ്യനാണ്. എടാ നാശം, ഇത് കുളിച്ചിട്ടുണ്ടേ. കുഴിച്ചിട്ടരുത്. കുഴിച്ചിട്ടാ കിളുത്ത് വരും. അതുപോലത്തെ വിത്തായി വരും. എനിക്കെന്നെ ദേശങ്ങൾ വരും. ഞാൻ പറഞ്ഞ അതല്ലെന്ന്. പെട്ടി വേണ്ടേ? പെട്ടിയുണ്ട്. പെട്ടിയുണ്ട്. എന്റെ കയ്യിൽ ഒരു തീപ്പെട്ടിയുണ്ട്. ഇച്ചിരി കരിയില കൂട്ടിയിടുക, സാധനത്തിനെ മറിച്ചിടുക, തീ കൊളുത്തുക, തെക്കങ്കാറ്റ് കൊണ്ടുപോകും. ഒരു വിഷയമല്ല, റിസ്കുമില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ചോദിച്ചേ. പോസ്റ്റ്മോർട്ടം കഴിച്ചോ? കഴിച്ചില്ലേ? ഇല്ല. ചേട്ടാ, ഈ ഇവിടെ ഞാനില്ലെങ്കിൽ ഒരു കാര്യം ഇവിടെ നടക്കൂല. ആരെങ്കിലും പോസ്റ്റ്മോർട്ടം കഴിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വന്ന് കഴിക്കണം. അവിടെ ഇവിടെ മാറി നിന്ന് കഴിച്ചില്ല കിട്ടിയില്ലെന്ന് നാളെ വീട്ടിൽ വന്ന് പരാതി പറയരുത്. വന്ന് കഴിക്കണം. നിങ്ങൾ കഴിച്ചായിരുന്നോ? എന്ത്? നിങ്ങൾ രണ്ടെണ്ണം എനിക്കും തന്നേരും. എന്താണ് പോസ്റ്റ്മോർട്ടം? പോസ്റ്റ്മോർട്ടം കഴിക്കുന്ന സാധനമാണോ? പിന്നെ ഡോക്ടർമാരുടെ ഒരു ആശാരിപ്പണിയത്. എന്തത് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്? കീറി മുറിക്കില്ല. അതായിരുന്ന ഇതന്നെ ഈ മന്ത്രിമാരുടെയൊക്കെ മുകളിൽ വെച്ചേക്കണ ഇതൊക്കെ വെച്ചാണ്. എടാ അത് ഒരുപാട് പേരില്ലേ? അമ്മാവന് ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേര്. ലവ് ലെറ്റർ പോലെയാണല്ലോ ഇരിക്കണത്. എന്നാ വായിച്ചാൽ പറയത്? ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത് നോക്കട്ടെ. ഇത് രണ്ടിലും എഴുതിയിട്ടുണ്ട്. ഹാവു ആശ്വാസമായി. ആരേത്? വനിതാ കുളിക്കടവ് അസോസിയേഷൻ. സ്ഥിരം അവരെ കുളിപ്പിക്കൂലായിരുന്നു. അവിടെ പോയി കിടപ്പായിരുന്നു പുള്ളി. ആണോ? പണി കിട്ടി തുടങ്ങി. ഇത് തമിഴാണല്ലോ എഴുതി വെച്ചേക്കണേ. തമിഴിനോ? തമിഴ് എവിടെന്നാ? തമിഴ് എവിടുന്ന് വന്നു? തമിഴ് മറ്റേ അണ്ണാച്ചി, പിരിവിന് വരുന്ന അണ്ണാച്ചി ഇല്ലേ? അല്ല, നിങ്ങൾ ബന്ധമൊന്നുമില്ല. തമിഴ് ഞങ്ങൾ മദ്രാസ്, ഞങ്ങൾ സുഹൃത്തുക്കളാണല്ലോ. മദ്രാസിൽ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ വല്ലതായിരിക്കും. അത് പേര് വായിച്ച എന്നെ എഴുതിയേക്കാൻ നോക്കി. ചൊക്കലിംഗമാണോ സുഹൃത്തെ? അല്ല അല്ല അല്ല. മഹാലിംഗം അല്ല. ലിംഗേശ്വരൻ. നിങ്ങൾക്കൊക്കെ ഈ പേരുള്ള കൂട്ടുകാരോ ഉള്ളോ? വേറെ പേരൊന്നുമില്ല. എഴുതിയേക്കണ വായിച്ചേ. വിടമാട്ടെ, അടുത്ത വെള്ളിക്കളവേ ഞാൻ അങ്ക വന്ന് ഒതച്ചിടും. ആരത്? പാണ്ടിക്കാരന്റെ ഇച്ചിരി കാശ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാണ്ടിക്കാരന്മാര് മനുഷ്യൻ ചത്താലും വിടൂല്ലേ? ഞാൻ ചോദിച്ചു, ഒന്നാം തീയതി എവൻ എവിടെ കൂട്ടാൻ എന്നെ ഇരിക്കണേ? ഉണക്ക ചെമ്മീനും വാങ്ങാൻ കറി വെച്ചിട്ടുണ്ടടാ. എവിടെ പോവാ? എനിക്ക് ഉണക്കച്ചെമ്മീനും മാങ്ങ കറിയും പോണ്ട. ഞാൻ വന്നപ്പോഴേ കഴിച്ചാ. അങ്ങോട്ട് പോണ്ട, അതൊക്കെ ഞാൻ എപ്പോഴേ കഴിച്ചു. ഉണക്കച്ചെമ്മീനും. ഇവനൊക്കെ ഏത് നാറിയ ഇവനൊക്കെ? ഇന്നവര് ഇയാള് ജീവിച്ചിരുന്നപ്പോ നിന്നെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. ഇത് അടുക്കള കയറി ഉള്ള ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർത്തിട്ട് നിൽക്കുവല്ലേ? ഞാൻ അങ്ങോട്ട് വരച്ചാൽ കാണിച്ചു തരാം. എന്തിനുണ്ടോ ഞാൻ നോക്കിട്ട് വരാം. ഞാൻ അതെ, മരിക്കാൻ നേരത്തെ അവസാനമായിട്ട് എന്തെങ്കിലും പുള്ളി പറഞ്ഞായിരുന്നു? നല്ല സുഹൃത്തുക്കളാണ്, നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ രീതിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഈ മദ്രാസിൽ പോവായിരുന്നു. മദ്രാസിൽ പോയിട്ട് അവിടെ ചില കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു, കൂട്ടുകാരുണ്ട്. ഈ പുള്ളി അതായത് പുള്ളിക്ക് ക്യാമറ കാണണമെന്ന് പറഞ്ഞു. എന്നാ ക്യാമറ? ക്യാമറയോ? ക്യാമറ അല്ലെന്ന്, ക്യാമറ അഗ്നമേനി. എന്നെ ഈ പറയുന്നേ മനസ്സിലാവുന്നില്ലേ? ഇല്ല. എന്റെ ലിപ്പ് നോക്കി പിടിച്ച
അർദ്ധനഗ്നമേനി. ക്യാമറ ഡാൻസ്. ക്യാമറ ഡാൻസ്. ഈ ക്യാമറ ഡാൻസ് കാണാൻ വേണ്ടി ഞങ്ങൾ ഒരു പ്രാവശ്യം പോയി. ഒരു പ്രാവശ്യം പോയിട്ട് ഇമാര് കോയമ്പത്തൂർ വന്നപ്പോൾ പുള്ളിക്ക് വലിവ് കൂടി പുള്ളി ഇന്ന് പോന്നു. പൈസ എനിക്ക് തന്നു, വണ്ടിക്കൂലി നീ പോയി കണ്ടിട്ട് കഥ പറഞ്ഞു തന്നാൽ മതി. അങ്ങനെ ഒരു പ്രാവശ്യം വന്നു. പിന്നെ ഈ അടുത്ത സമയത്ത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ക്യാമറ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞായിരുന്നു. പുറത്തറിയണ്ട. പുറത്തറിയുന്ന വെച്ചാൽ പുള്ളിയുടെ ഒരു ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമുക്ക് സഹായിച്ചു കൊടുക്കായിരുന്നു. എന്നാ അല്ല ഒന്നുമില്ല. ഒന്നുമില്ല. ഏതാണ്ട് പറഞ്ഞല്ലോ. അല്ല ഞങ്ങളൊന്നും പറഞ്ഞില്ല. എന്റെ അണ്ണൻ എന്തോ ആഗ്രഹമുള്ള കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. ചേച്ചി ചേട്ടനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യോ അതെന്നതാണ് മെമ്പർ, എന്നോടൊന്നും പറയായോ. ക്യാമറ കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ, അത് സാധിച്ചില്ലല്ലോ. നീ പറഞ്ഞ അയ്യോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ പല പറഞ്ഞ നിനക്ക് ക്യാമറ അറിയാമോ? ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ കളിച്ചേനല്ലോ അണ്ണാ. അയ്യോ എന്നാ പിന്നെ ഞാൻ പിന്നെ നിനക്ക് ഇപ്പൊ ചെയ്തൂടെ? അയാൾ ഭൂമിക്ക് മേളിലേക്ക് ഇപ്പൊ ചെയ്തൂടെ? എനിക്ക് അതിന് തയ്യാറാവുന്നേ. എന്താണ് ഇവിടെ മരിച്ച വീട്ടിലേക്ക് ക്യാമറ കളിക്കാതെ പറഞ്ഞു എന്തും. ഞാൻ അടിസ്ഥാനപരമായിട്ട് അയാളുടെ ആത്മാവ് ഇവിടെ ഉണ്ട്. അല്ല ആത്മാവ് ഇവിടെ ഉണ്ട്. അയാൾ ഭൂമിക്ക് മേലെ അയാളുടെ ബോഡി ഇവിടെ ഉള്ളു. അയാൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അയാളുടെ ബോഡി ഇവിടെ ഉണ്ടോ? ബോഡി ഇവിടെ ഇല്ല. ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം ചോദിച്ചു. പാട്ടിട് മൊബൈലിലിടാം. പാട്ടിട് അറിയാവുന്ന പോലെ കളിച്ചോടെ. നിന്റെ കുഞ്ഞികളി മൊത്തം നിന്റെ മരുമോൻ കണ്ടു. ആൾക്കാർ ഇത് മരണ വീടാണോ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? കളിക്കും ഞാൻ. ആത്മാവിന് ശാന്തിട്ടുണ്ട്. ശാന്തി കിട്ടിയില്ലേ? തൊട്ടു നോക്ക്. ആ ചെറുതായിട്ട് തണുപ്പുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ അതെ ഇനിയിപ്പോ എന്നാ ചെയ്യണേ? കുടിക്കാനുള്ള കാര്യങ്ങളും മമ്മട്ടി കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ചേച്ചി മാറിക്കേ. ബോഡി എടുത്തോ. അയ്യോ കൊണ്ടുപോവുകയാണോ? അയ്യോ ഇത് കൊണ്ടുപോകാതെ ഇവിടെ വെച്ചിട്ട് എന്നാ കാണിക്കാനാ? ഞാൻ വെറുതെ എല്ലാരും പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞ എടുത്തോണ്ട് പോടാ. ബോഡി എടുക്കാണ്. अच्छा മാപ്പ് എന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ നാടകം തുടക്കം മുതൽ അവസാനം വരെ കാണണമെന്നത്. അത് നിന്റെ ഏത് നാടക തുടക്കം മുതൽ അവസാനം വരെ സംഭവിച്ചേക്കണം. അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ, എന്നോട് ക്ഷമിക്കൂ. ഞാനാ വിളിപ്പിച്ചേ. അതുകൊണ്ട് നേരത്തെ എത്തി. എങ്ങനെ ഇത് സംഭവം നേരത്തോട് നേരമായി? എങ്ങനെ സംഭവം ഇത് കുളിച്ചിട്ടുണ്ടേ? ഇത് കുഴിച്ചിടല്ലേ എന്റെ അച്ഛനെ, കുഴിച്ചിടല്ലേ എന്റെ അച്ഛനെ, കുഴിച്ചിടല്ലേ എന്റെ അച്ഛന്റെ വായിലും മൂക്കിലും കണ്ണിലൊക്കെ പാട്ട് കയറി. അന്നൊരു കാര്യം ഇലക്ട്രിക് ശ്മശാനത്തിൽ പാടില്ല പാടില്ല എന്റെ അച്ഛനെ ഇലക്ട്രോണിക് അടുപ്പിക്കല്ലേ. അച്ഛൻ എർത്തടിക്കുന്ന പേടിയാണ് എന്റെ അച്ഛനെ അടുപ്പിക്കല്. ഇതിപ്പോ എന്തെങ്കിലും ചെയ്യണ്ടോ? അവര് വന്ന് കൊണ്ടുപോയിക്കോളൂ. മെഡിക്കൽ കോളേജിൽ ആള് വന്ന് കൊണ്ടുപോയിക്കോളൂ.
നീ എന്തിനാ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ആള് ചത്തുപോയിട്ട് 3-4 ദിവസമായി. ഇനി രക്ഷപ്പെടില്ല ഇനി രക്ഷപ്പെടില്ല. എന്റെ അച്ഛന്റെ ഈ ബോഡിയെ ഞാൻ 2500 രൂപയ്ക്ക് മെഡിക്കൽ കോളേജിന് വിറ്റു. 2500 രൂപയ്ക്ക് ഈ അച്ഛന് ഈ ഭാവി വിറ്റു. നിങ്ങളിത് കേട്ടോ? അമ്മ ഇത് കേട്ടോ? കേട്ടോ? നിങ്ങൾക്കറിയാവോ ഈ ഇരിക്കുന്ന മനുഷ്യൻ ഇവന്റെ കൈയാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി പാടത്തും പറമ്പിലും പോയി കഷ്ടപ്പെട്ട് വലുതാക്കിയവനാണ് ഇവൻ. ആ അവൻ മെഡിക്കൽ കോളേജുകാർക്ക് 2500 രൂപയ്ക്ക് വിറ്റെന്ന് ഈ ഒരു മകനാണോ? ആണോ? ഏത് കണ്ണുകൊട്ടം നോക്കല 5000 രൂപ തരണ മുതലായിരിക്കണം. ഇയാളും കളഞ്ഞിട്ട് 2500 രൂപ മേടിച്ചോണ്ട് വന്ന ഇവനെ അടിക്കണ്ടേ? പൊളിച്ചടുക്കി. ഒരു മരിച്ച വീട് കണ്ടിട്ട് അല്ലെങ്കിൽ മരിച്ച വീട് വരുന്ന സ്കിറ്റുകൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ചിരിച്ചൊരു സംഭവം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇവിടെ ഡെഡ് ബോഡി ഇരിക്കുമ്പോൾ ഇതിനു മുമ്പ് വേറെ ഏതോ ഒരു സ്കിറ്റില് ത്രൂ ഔട്ട് ഡെഡ് ബോഡി ഉണ്ടായിരുന്നിട്ട് നമ്മളിങ്ങനെ പറയുകയും ചെയ്തു. എനിക്കൊന്ന് ഉല്ലാസേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ പറയുകയും ചെയ്തു ഫുൾ ത്രൂ ഔട്ട് ഇതിങ്ങനെ ബോഡി അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ നമുക്ക് ആകെ ഒരു ഡള്ളായിട്ടുള്ളൊരു ഫീലായിരുന്നു. നമുക്ക് തന്നെ മൂഡ് ഔട്ട് ആവുന്ന ഒരു ഫീല് നമ്മൾ അന്ന് അവരുടെ അടുത്ത് കമൻ്റ് ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതവിടെ എങ്ങനെ ഒരു മരണം നടന്ന വീടാണെന്നുള്ളൊരു ഫീലേ ഉണ്ടായിരുന്നില്ല. പൊളിച്ച് അടുക്കി ചിരിച്ച് ഒരവസ്ഥയായി. ഇത് എന്നാ പറയണ്ട, ഒരു രക്ഷയില്ല. ഞാൻ ഇതിന് പറയണമെന്ന് വെച്ചാൽ ആ ശവമായിട്ടിരുന്ന ആള് തീരണ വരെ എങ്ങനെ ഇരിക്കാൻ പറ്റിയെന്നുള്ളതാണ്. പുള്ളി ഉറങ്ങിപ്പോയിന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി. അനീഷ് ബാലാണെങ്കിലും സുമേഷ് ആണെങ്കിലും കൂത്താളാണെങ്കിലും നിത ഒരു ഭയങ്കര പെർഫോമൻസ് ആണ് കഴിഞ്ഞത്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ആക്ട്രസ് നിത. ഇതിന്റെ സ്ക്രിപ്റ്റ് നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്താണോ? ആണോ? എന്തായാലും ഒരു രക്ഷയില്ലാത്ത കോമഡി ആയിപ്പോയി. ഇതിനെക്കുറിച്ച് ഓരോന്ന് ഓർത്ത് പറയണമെന്ന് വെച്ചാൽ നടക്കില്ല. കാരണം വെച്ചാൽ ഒരെണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് അതിനേക്കാളും ഗംഭീരമായിട്ടാണ് വരുന്നത്. ഈ ചേച്ചിമാരൊക്കെ ചിരിച്ച് കരയായിരുന്നു. ഒരു രക്ഷ. ക്യാബറ ഭർത്താവിന്റെ അവസാനത്തെ ആഗ്രഹം ക്യാബറ നടത്തണം. എന്താണ് ക്യാബറയുടെ ഇവിടെ നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ മനസ്സിലാവും ക്യാബറയുടെ ഓരോ സ്റ്റെപ്പുകളും. ആ സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ നിത കാണിച്ചപ്പോൾ ഭയങ്കര രസമായിരുന്നു. അടിപൊളി, സന്തോഷം, അടിപൊളി, സൂപ്പർ. ഉല്ലാസേട്ടാ തകർത്തു. ഉല്ലാസേട്ടൻ ആ ഡെസ്ക് തകർക്കുന്ന ഞാൻ വിചാരിച്ചു. അതിലിട്ട് അടിച്ച് ചിരിക്കുകയായിരുന്നു ഉല്ലാസേട്ടൻ. ഇത് ഞാൻ പറയട്ടെ, ഈ മരണ വീടിന്റെ ഡെഡ് ബോഡി ഒക്കെ വെച്ചിട്ടുള്ള സ്കിറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. അതെ, നെഗറ്റീവ് ഇതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് ആ ഏരിയയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് സാധ്യതയുള്ള ആ സ്ഥലത്തു നിന്ന് ഇത്രയും വലിയ കോമഡി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതെ, ഓഡിയൻസിനോട് ചോദിക്കാനുള്ളത് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, അടിപൊളി. വെള്ളം അടിച്ചോടൊന്ന് ഒരു നല്ല ഡാൻസ് കളിച്ചതും ക്യാമറ ഡാൻസ് കളിച്ചതും സൂപ്പറായിരുന്നു. അപ്പൊ എന്തായാലും ഇത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനിപ്പോ സ്റ്റാർസ് അവരോട് ചോദിക്കുന്നതിന് മുമ്പ് ഇതിൽ പെർഫോം ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. നമുക്കിനി ഓഡിയൻസിനോട് ചോദിക്കാം, ഇന്നത്തെ ഈ പെർഫോമൻസിന് നമ്മൾ ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത്? 5 stars without any doubt. അതാണ് ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിനുള്ള ഓഡിയൻസിന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. 5 സ്റ്റാർസ് നേടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് എപ്പിസോഡുകളായി ഏതെങ്കിലും ഒരു ടീം ഇതുപോലെ 5 സ്റ്റാർ സ്കോർ ചെയ്തിട്ട്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. നിങ്ങളുടെ ഫുൾ ടീം അതിൻ്റെ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. ആൻഡ് ഇവർക്ക് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് പറക്കാട് ജ്വൽസ് തരുന്ന 1 gram ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 10,000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. ഇവർക്ക് ഇവരുടെ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിനു ചേട്ടനെയും ഉല്ലാസ് ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. ചേട്ടാ ഞാൻ പോവാം, ഞാൻ അവരെ കണ്ടിട്ട് പോവാം. നിങ്ങൾ ബഹളം വെക്കല്ലേ, ഞാൻ ഇറങ്ങി പോവാം. ഞാനൊന്ന് കണ്ടോട്ടെ. അത്ര ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടല്ലേ. ഉല്ലാസ് പന്തളം
ബിനുവാടി വാലി ദേ, ഒരു കാര്യം പറയാമല്ലോ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരും കടുത്തൊരു ആരാധകനാണ്. താങ്ക് യു എന്റെ ദൈവമേ, ഉല്ലാസ എസ് ഐ ആയിട്ടൊക്കെ ഒന്ന് ഡാൻസ് ഫാമിലി ആയിട്ടിരുന്ന് ചിരിച്ചു. പിന്നെ പേരാണ് ഞാൻ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് സത്യം. ഞാനും എന്റെ ദൈവമേ കടിച്ച് തിന്നട്ടെ ഞാൻ. ഹലോ, പേരെന്താണ്? എന്റെ പേരോ ആ, അശ്വതി. അല്ലാതെ ഐശ്വര്യറായി എന്നല്ലല്ലോ. വീട്ടിലൊരു അതിഥി വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന കാര്യമൊന്നുമില്ല നിങ്ങൾക്ക്. സ്ത്രീകളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും, ഒരു അതിഥി വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും, ഒന്ന് ബഹുമാനിക്കാനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾ ആരാ? ചോദിച്ചു കേട്ടില്ല നിങ്ങൾ ആരാന്ന്. ആ രണ്ടുപേരുടെ ചോദിക്കൂ ഞാൻ ആരാണെന്ന് അവർ പറഞ്ഞു തരും. ഞാനിപ്പോ അവരോടല്ലോ ചോദിച്ചു, നിങ്ങളോടല്ലേ. നിങ്ങൾ ആദ്യം മറുപടി പറ. ശബ്ദിനോടിമാലേ ഉല്ലാസ് പറഞ്ഞു കൊടുക്കും ഞാൻ ആരാണെന്ന്. ഈ ഇരിക്കുന്ന രണ്ടുപേരില്ലേ, ആ, അവര് കഞ്ഞി കുടിച്ച് കിടക്കുന്നത് ഞാൻ വിചാരിച്ചോണ്ടാണ്. ശരിക്കാണോ ഏട്ടാ? ആ ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കണ ആളാ. അതെന്നാ പരിപാടി വിനോട് മാലി ഇങ്ങനെ പറയുന്നത്? പിന്നെ നിങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞേ. സുഹൃത്തെ, ഞങ്ങൾ തന്ന SMS കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഷൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ? ഓ, റിയാലിറ്റി ഷോയില്. ആ. ഞാൻ വേറൊരു കേസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ. സത്യം, നിങ്ങൾ എന്താണ് കഴിക്കുന്നത് രണ്ടുപേരും? എന്താ എന്താണ് കഴിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും? ഞങ്ങൾ സാധാരണ ചോറ്. ഞങ്ങൾ സാധാരണ നിങ്ങൾ കഴിക്കുന്ന പോലെ തന്നെ ഞങ്ങളും കഴിക്കുന്നു. ചോറ്. പക്ഷെ നിങ്ങൾക്ക് ഈ കോമഡി എങ്ങനെ വരുന്നു? ഞാൻ എത്ര കഴിച്ചിട്ട് കോമഡി വരുന്നില്ല. അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ആ അത് സെൻസ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ വേണം. സത്യം, ഞാൻ നിങ്ങളുടെ എൻ്റെ അശ്വതി, ഞാനൊരു കേസ് പറയാം. ഞാൻ ഇവരെ പരിപാടി ഞാൻ സ്ഥിരം യൂട്യൂബിൽ കാണും. യൂട്യൂബിൽ കണ്ടിട്ട് രണ്ടുപേരെയും കോമഡി ഉണ്ട് ചിരിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8:30 മണിയാകുമ്പോൾ ഞാൻ യൂട്യൂബ് ഇടും. ഞങ്ങളവിടെ ഇച്ചിരി നെറ്റ്വർക്ക് കംപ്ലൈൻ്റ് ആണ്. 8 മണിയാകുമ്പോൾ നല്ല പോലെ മറ്റേ കറങ്ങും. അത് കണ്ടിട്ട് ഒരു ചിരിച്ചിട്ട് സത്യം രാത്രി 2:30-3 മണി വരെ ഇരുന്ന് ചിരിച്ച് ലാസ്റ്റ് ശ്വാസം മുട്ടൽ വരും. ശ്വാസം മുട്ടൽ വരുമ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങും. അത്ര ചിരിക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ അതിൻ്റെ അടിയിലോട്ട് ടൈപ്പ് ചെയ്യും, ചളി കോമഡി, ഇവനൊന്നും പോയി ചത്തോടാടാ. അങ്ങനെയുള്ള കുറെ കമന്റുകൾ ഞാൻ എഴുതും. എത്രയാണ് നിങ്ങൾ അങ്ങനെ കമന്റ് ഇടുന്നത്? അങ്ങനെ നിങ്ങൾ ഷൈൻ ചെയ്യണ്ട. അങ്ങനെ നിങ്ങൾ കോമഡി കാണിച്ച് ഷൈൻ ചെയ്യണ്ട. മലയാളി. ആ പിന്നെ നിങ്ങൾ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. അപ്പൊ നിങ്ങളെ പരിപാടി കാണുമ്പോൾ എല്ലാവരും ചിരിക്കുമല്ലോ. ചിരിക്കുമ്പോൾ നിങ്ങൾ ഷൈൻ ചെയ്യുമല്ലോ. നിങ്ങൾ ആൾക്കാർ കാണുമ്പോൾ എല്ലാവരും നിങ്ങളടുത്ത് വന്ന് ഷേക്ക് ഹാൻഡ് തരുമല്ലോ. അങ്ങനെ നിങ്ങൾ ഷൈൻ ചെയ്യണ്ട. അതുകൊണ്ട് നമ്മളെയും കൂടെ ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ ചീത്തയൊക്കെ എഴുതും. അശ്വതിയുടെ ഫോട്ടോയിൽ എത്ര ചീത്ത ഞാൻ എഴുതിയിട്ടുണ്ട്. സത്യം, കുറെ പരിപാടിയിൽ എന്റെ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ ആ എഴുത്തെല്ലാം ഞാൻ നിർത്തി. നല്ല നല്ല കമന്റ് എഴുതുന്ന നല്ല നല്ല ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു അന്ന്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വെച്ച് എഴുതി അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ 3 മാസമായി എനിക്ക് ജോലി കിട്ടി ദുബായിൽ. അറബിയുടെ കീഴിൽ ജോലി കിട്ടി. ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. സത്യം, ഞാൻ ഇനി നന്നായിട്ട് ജീവിച്ചോളാം. പക്ഷെ ഞാൻ വന്നത് എൻ്റെ ഉല്ലാസിനെ ഒന്ന് കാണാനായിട്ടാണ്. ഉല്ലാസിന്റെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ തന്നെ ഞാനൊരു സാധനം മേടിച്ചു. എൻ്റെ ഇഷ്ടപ്പെട്ട ബിനോടി മാലി എനിക്ക് ഇഷ്ടമുണ്ട്, എന്നാലും ഉല്ലാസ് പന്തളത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഉല്ലാസ് പന്തളത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ ആദ്യത്തെ. അല്ല, അത് പുള്ളിക്ക് ഒരു ഫീലിംഗ്. അതല്ല, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം നിങ്ങളെ ഇഷ്ടമാണ്, എന്നാൽ എൻ്റെ അത്രയും ഇഷ്ടമല്ല എന്നുള്ളതേ ഉള്ളൂ. അയ്യോ, ഇഷ്ടമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിരിച്ചു. ഞാൻ ബിനുവാടി മാലി 2 തെറി എഴുതിയിട്ടുള്ളൂ. സത്യം, ഉല്ലാസ് പന്തളത്തിന് ഒരുപാട് തെറി എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം കൂടിപ്പോയി. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ശമ്പളത്തിന് ഞാനൊരു സാധനം മേടിച്ചു. അതെനിക്ക് ഉല്ലാസ് പന്തളത്തിന് കൊടുക്കണം. സ്നേഹം മതി, അതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ പറയല്ലോ, ഒന്നും മേടിക്കും. ഇങ്ങനെ പ്രേക്ഷകരിൽ നിന്ന് സമ്മാനങ്ങൾ നേരിട്ട് മേടിക്കാറില്ല. പക്ഷെ എന്നാലും ദുബായിൽ നിന്നൊക്കെ ഇതുകൊണ്ട് വന്നല്ലോ ഉല്ലാസ് ചേട്ടാ. ഞാൻ ഇല്ല മനസ്സ് വിഷമിപ്പിക്കണ്ട. ഭയങ്കര മോശമായി പോയി. അത് മോശം. അതെന്താണെന്നറിയോ, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക ദുബായ് വരെ എന്റെ ഖ്യാതി ഞാനിങ്ങനെ പടർന്ന് പന്തലിച്ചോണ്ടിരിക്കുക. സാരമില്ല, വേണ്ട ബിനു ചേട്ടാ, പോട്ടെ. വിഷമിക്കട്ടെ. പിണങ്ങല്ലേ. അടുത്ത വരവിന് വരുമ്പോൾ ബിനുവാടി മാലിക്ക് ഞാൻ വെളുക്കുന്ന എന്തെങ്കിലും മരുന്ന് തരാം, കുങ്കുമപ്പൂ കൊണ്ട് തരാം, കലക്കി തരാം. വിഷമിക്കണ്ട, 5-6 വർഷം കഠിനാധ്വാനം ചെയ്യും, കേറി വരും. നമസ്കാരം. ദുബൈയിൽ എവിടെയാണ്? പ്രേഷ്യല്ലേ? അതെ, എൻ്റെ ആദ്യത്തെ ശമ്പളത്തിന് മേടിച്ചാണല്ലോ. അത്ര എനിക്ക് ഇഷ്ടമാണ്. ഫാമിലിയൊക്കെ ചോദിച്ചെന്ന് പറയണം. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് മനസ്സറിഞ്ഞു തരുന്നൊരു സമ്മാനമാണ്. സ്നേഹത്തോടു കൂടി ഇത് മേടിക്കണം. സന്തോഷം. ബിനുവാടി മാലി പിണങ്ങണ്ട, എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ വെച്ച് പൊട്ടിച്ച് കാണിക്കരുത് കേട്ടോ. വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ മതി. ഇവിടെ വെച്ച് പൊട്ടിക്കല്ല്.
അസൂയ കാണുമെന്ന് എല്ലാവർക്കും അതുകൊണ്ട്. ഉല്ലാസേ, അപ്പൊ തന്നെ അടിച്ചു ഉല്ലാസേ, ഉല്ലാസേ. ആ സന്തോഷാന്നും പറഞ്ഞിരുന്നു. പുള്ളി വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിക്കാൻ പറഞ്ഞാൽ എന്തോ ഒരു ദുരൂഹതയില്ലേ? അങ്ങനെ ഇനി അവിടെ ചെന്ന് പൊട്ടിക്കുമ്പോൾ വല്ല ബോംബോ വല്ലതും ഉണ്ടെങ്കിൽ ഈ ശരീരം മൂക്കിലിട്ട് മാത്രമേ ഇരിക്കണ സാധനമൊക്കെ ഉണ്ട് ഇങ്ങനെ പൊങ്ങി ഈ വന്നിട്ട്. പിന്നെ ദുബായിൽ നിന്ന് ഞാൻ ബോംബം കൊണ്ട് ഫ്ലൈറ്റിൽ കയറി വരുമല്ലോ സുഖമായിട്ടിരുന്നു. ആ വീട്ടിൽ കൊണ്ട് പൊട്ടിച്ചാൽ മതി. ഈ പൊതുവെ വലിയ ശരീരമുള്ള ആൾക്കാരൊക്കെ വെറും പാവങ്ങളാ. അതല്ലേ? അത് പൊതുവേ ഉള്ള കാര്യം. എന്നാലും ഞാൻ നോക്കാം, എന്താന്ന് നോക്കട്ടെ. ശ്ശെ, ചുമ്മാ ഇരി, വീട്ടിൽ പോയി നോക്കാം. കുഴപ്പമില്ല, ഇല്ലില്ല, പുള്ളി അവിടെ കുഴപ്പമില്ല. നിൽക്കട്ടെ. പുള്ളി വീട്ടിൽ പോയി നോക്കില്ല. നിങ്ങൾക്ക് ഇത് അസൂയ വന്നിട്ടല്ലേ പറയുന്ന പുള്ളി. ആ അതെന്തായാലും പുള്ളി വീട്ടിൽ പോയി നോക്കിയാനത്. അതെ. ഇത് കൊള്ളാല്ലേ? അത് കൊള്ളാം. ഉഗ്ര സാധനം. ഞാൻ എത്ര കടയിൽ തിരക്കിയിട്ടുണ്ടെന്ന് അറിയുന്നത്. ഷോക്കേസിൽ വെക്കാല്ലേ? ഉല്ലാസേട്ട ഇത് മാൻഡ്രേക്ക് അല്ലേ? ഏത്? ഇതിന്റെ സംഭവം എന്നാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. ആ ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടായിരുന്നോ? ആ. ഇതുപോലത്തെ ഒരു മുട്ടത്തല കൊണ്ട് തരും. എത്ര നന്നായിട്ടിരിക്കണവനാണെങ്കിലും അത് കൈ കിട്ടിയാൽ നശിച്ചു പോകും. അയ്യോ, ഇത് പിടിച്ച ഓ, ഞാൻ ആ, മേടിക്കില്ല. ഇയാൾ ഇങ്ങനെ സ്നേഹത്തോടെ മേടിച്ചിട്ട് മേടിച്ചോ, കാര്യമില്ല. അതിന് നിയമം അറിയത്തില്ലേ? സന്തോഷത്തോടെ ഇത് ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കണം. നിങ്ങൾ സന്തോഷമായിട്ടല്ലേ ഇത് മേടിച്ചത്. ഞാൻ ഇനി സ്നേഹമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചാലേ നിങ്ങൾ നീ അനുഭവിച്ചോളും. നീ അനുഭവിക്കും. നീ എന്നെ പറ്റിക്കാൻ നീ വന്നാ അനുഭവിച്ചോളും. ആ, നീ എന്നെ കുറെ തിരിച്ചെഴുതിയല്ലേ അതിനകത്ത്. ഉണ്ടക്കണ്ണ. അന്ന് ഞാൻ വെച്ചിരുന്ന ഉണ്ടക്കണ്ണ. പിന്നെ ഉണ്ടാക്കണം. നീ അനുഭവിക്കൂടാ. നീ ഇപ്പൊ ഞാൻ എവിടെ കൊണ്ട് കളയും? പിന്നെ ഇനിയിപ്പോ എല്ലാരും മേടിക്കല്ലോ നിന്റെ അളിയങ്ങ അളിയങ്ങ ഇറങ്ങി വന്നേ. അയ്യോ ഞാൻ ഗൾഫിൽ അത്ര ഫേമസ് അല്ല. അതിനല്ലെന്ന് അളിയ ഒന്ന് ഞാൻ അത്രത്തോളം വന്നിട്ടില്ല. അളിയ ഒന്ന് ഇങ്ങോട്ടൊന്ന് വാ. അളിയാവുന്നു ഞാൻ നടക്കാൻ പിച്ച വെച്ച് നടക്കുന്നു. ഇങ്ങോട്ട് വാ. അളിയ ഇങ്ങോട്ട് വാ. ഇല്ല ഇല്ല ഇല്ല. ഇത് വാ. ചെല്ലു പിരിച്ചേട്ടാ ഒരു അപകടത്തില് അടുത്ത് നിൽക്കാം, പക്ഷേ മേടിക്കൂല. അല്ല അല്ല ഞാൻ പറഞ്ഞത് അറിയോ? ഇവനെ പോലുള്ള വെച്ചേക്കരുത്. വെച്ചേക്കരുത്. അവൻ ഫേസ്ബുക്കിൽ നമുക്കെതിരെ കമന്റ് ഇടുക. ഇപ്പൊ നേരിട്ട് ദ്രോഹിക്കാൻ വന്നേക്കുക. അതെ അതെ. ഇന്ന് പിടിച്ച പക്ഷേ ഈ സാധനം, ഇന്ന് പിടിച്ച ഞാൻ ഇവൻ രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളൂ. ഒന്ന് പിടിച്ച ഒന്ന് പിടിച്ച കൊടുക്കാനാണോ? ആ കൊടുത്ത എന്നാ ഞാൻ പിടിക്കും. എന്റെ പിടിച്ചേട്ടാ, നിങ്ങളല്ലാതെ ആരെങ്കിലും ഇത് കയറി പിടിക്കോ? അല്ല ഞാനേ ഇതേ അനുഭവീര. നീ അനുഭവീര. നിനക്ക് ഗൾഫിൽ ഫേമസ് ആവണ്ട. നീ അനുഭവീര. ഞാനും എനിക്കൊന്ന് കൊടുക്കട്ടെ. പിന്നെ മേടിക്കല്ലേ? താടാ, താടാ. അല്ല ഇത് ആരെങ്കിലും ഒന്ന് മേടിക്കാവോ? അത് ഞാൻ തന്നെ വെച്ചോ, വെച്ചേക്കാം. തന്നെ നീ വെച്ചോ. എന്നെ ഓടാ കടന്നു. അത് മേടിക്കണമേ. പിന്നെ എന്റെ നേരമൊക്കെ ചിരിക്കുന്ന ഞാൻ നാഭിച്ചുഴി ഞാൻ ഇടിച്ച് കലക്കി കളയും. ഇവനാണ് ഞാനൊരാള്. ഇവനാ അല്ലാതെ ഇതേ ആ, ഇതിനകത്ത് സംഭവം എന്താണെന്നറിയോ? എന്താ സംഭവം? ജൂനിയർ മാൻഡ്രേക്കിനകത്തുണ്ടല്ലോ ആ രത്നങ്ങളും വൈഡൂര്യങ്ങളും സ്വർണ്ണമൊക്കെ ആ കടത്തിക്കൊണ്ട് ഉവ്വ ഉവ്വ നിൽക്കുന്നതിനകത്താ. ഉവ്വ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ആണ്ടാ? ആ ഇതാ. തന്നത്താ വെച്ചോ. ഏ? ഉം. അയ്യോ ഇത് കുലുങ്ങണ്ടല്ലോ ഏതാണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് തരില്ല. ഇത് നോക്കി നോക്കി കേക്കണ്ട ശബ്ദമുണ്ട് അല്ലേ? എന്താണ് വജ്രോ? ആ വജ്രത്തിന്റെ ആ സിനിമയിൽ അങ്ങനെ ഉണ്ടല്ലേ? വജ്രത്തിന്റെ മൂല കൊള്ളുന്ന ഒരു ഒച്ച നോക്കട്ടെ. നോക്കി. ഇതിന് ചിലപ്പോ സ്വർണ്ണവും വജ്രവും ഒക്കെ. പിടിച്ചേട്ടാ, ഈ വജ്രം ഉണ്ട്. എന്നാ നോക്ക്. വജ്രമുണ്ട്. സന്തോഷത്തോടെ അല്ലേ മേടിച്ചേ? വെച്ചോ, കയ്യിൽ വെച്ചോ. അവിടെ കാലന്മാര്. ഇതിരുന്ന അറബി ഇപ്പോഴും ജയിലിലാണ്. 20 വർഷം. അറബിയിലെ ഓടാ, മോൻ എനിക്ക് വൃത്തികെട്ടന്മാരെ. കാണിച്ചു തരാം ഞാൻ പോടുന്നു. ആ ഇതല്ലേ അതെ. ഇത് സന്തോഷമായിട്ട് ആർക്കെങ്കിലും ഞാൻ കൊടുക്കും. പിന്നെ ഇപ്പൊ ഞങ്ങൾ മേടിക്കഴിഞ്ഞ് കൊണ്ടുപോകാം. കുറെ ആരവും കൂടെ ഇട്ടേ. കുറെ നാളായിട്ട് ദുഃഖമായിട്ടിരിക്കുക. ഞങ്ങൾ സന്തോഷിക്കാൻ കൊണ്ട് ഇതുപോലുള്ള ദ്രോഹമൊക്കെ ചെയ്യുന്ന അത്ര നല്ലതല്ല. നിങ്ങൾ ഷൈൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഇത് തന്നത്. അസൂയാണ് തനിക്ക് അസൂയ. ഞാനൊരു കലാകാരനല്ലാത്തതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒരു കലാകാരനും ഇങ്ങനെ ചെയ്യില്ല. ഒരു കലാകാരൻ ആണ് താനൊരു കലാകാരനായിരുന്നെങ്കിൽ ഇങ്ങനെ താൻ ചെയ്യില്ല. കലാകാരന്റെ മനസ്സ് ഇത്ര ക്രൂരമല്ല. അല്ല അറിയാവോ? പന്തളം എന്താ ആര് കലാകാരനല്ലോ? താൻ കലാകാരനാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ചെയ്യോ അവനെ? ഞാനാ സുഹൃത്തെ. എന്ത്? ഇയാൾ എന്തൊക്കെ ചെയ്യും? ഞാൻ കോമഡി സ്കിറ്റൊക്കെ ചെയ്യും. ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എഴുതി വിടുന്നത്. ഇയാൾ എന്തൊക്കെ ചെയ്യും? അങ്ങനെയാണ് ഞാനൊന്നും ചെയ്യില്ല. എന്നാലും ഞാൻ എഴുതും ഇയാൾക്ക്. ചെയ്തില്ലേലും എഴുതും. എഴുതും. മോശമല്ലേ? എനിക്ക് ഇഷ്ടമില്ല നിന്റെയൊക്കെ കോമഡി. ഞാൻ എഴുതും. സുഹൃത്തെ, ഞാൻ എന്നെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? ഒരുപാട് സ്ഥലത്ത് പരിപാടി അവതരിപ്പിക്കാൻ അവസരം ചോദിച്ചു നടന്ന ഒരാളാണ് ഞാൻ. അതാ കിട്ടില്ല. കാരണം കഴിവില്ല. കാരണം സ്വഭാവം ഇതാ. ഇതാ ഇതേമാതിരി സ്വഭാവം കഴിവ് വേണ്ടേ? ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾ എഴുതില്ലേ? എഴുതും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറകിൽ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളെ തോപ്പിക്കും. ഇവിടെയോ? ഇവിടെ ഞാൻ തോപ്പിക്കും. ഞങ്ങളെ അതെ, ഫേമസ് ആയ കലാകാരന്മാരായ ഞങ്ങളെ തോപ്പിക്കും. കേവലം നിങ്ങൾ അന്ന് തോൽപ്പിച്ച ചൂലമത്തെ ഒറ്റയടിക്ക് ഒരു പാട്ടിൽ 3 നടന്മാരെ ഞാൻ ചെയ്യും. ഒരു പാട്ടിൽ 3 നടന്മാരെ ഞാൻ ചെയ്യും. ആണോ? എന്നാ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ഒന്ന് കാണട്ടെ. കാണണോ? കാണട്ടെ. ഓരോരുത്തരായിട്ട് കാണിക്കാം. ഒരു പാട്ടിലാണ് 3 പേര് മിന്നി മറിഞ്ഞു വരും. ഓ ശരി ശരി. പക്ഷെ കമന്റ് എഴുതരുത് പ്ലീസ്. അതൊക്കെ എഴുതും. ഇല്ല ഇല്ല എഴുതത്തില്ല. എങ്കിൽ ഞാൻ ഗൾഫിൽ പോയിട്ട് വീണ്ടും നിനക്ക് ആ, എഴുതും. ഇല്ല ഇല്ല എഴുതത്തില്ല. പാട്ടിടാൻ പറ. മോനെ ആ പാട്ടൊന്നിട്ട് കൊടുത്തേ.
മുല്ലപ്പും പല്ലിലും അടിപൊളി. നിങ്ങൾ എഴുതിയല്ല സത്യം പറഞ്ഞോണ്ടല്ലോ തല്ലി കൊല്ലണം. എന്ത് നന്നായിട്ടുണ്ടെന്ന് പറയാം. അതെ നിങ്ങളുടെ മുമ്പ് ഒന്ന് ഷൈൻ ചെയ്യണമല്ലോ അതിനു വേണ്ടി ഞാൻ ചെയ്തു. അടിപൊളി അടിപൊളി. ആണല്ലേ? ധൈര്യമായിട്ട് ഇനി സ്റ്റേജിൽ പെർഫോം ചെയ്തോളൂ. പക്ഷേ കോമഡി മസാലയിൽ വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സമ്മാനം തരുമല്ലോ. ആ ചെക്കിങ് ചെന്നാൽ ഞങ്ങൾ പോകായിരുന്നു. അതെന്താ അശ്വതി ആ ആ ചെക്ക് ആ ചെക്കിങ് കൊടുത്തേരെ. ഈ 5000 രൂപയുടെ ക്യാഷ് വൗച്ചറാണോ? ആ ഒരു പിന്നെ ഒരു പറക്കാട് ജുവലേഴ്സ് പറക്കാട്ടിന്റെ പൊന്നാന വേണോ? അതോടെ വെച്ചു. ആ ശരി. മതിയോ? പൊന്നാനൊക്കെ തരൂ. മതിയോ? പക്ഷെ ഞാൻ തമാശ പറഞ്ഞത്. പൊന്നാന വേണം. അത് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ആണല്ലേ? നിങ്ങൾക്ക് മറ്റേ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ദിനോസർ. ആണല്ലേ? ഈ ക്യാഷ് വൗച്ചർ 50,000 5,000 രൂപ അല്ലേ? 5000 രൂപയുടെ ക്യാഷ് വൗച്ചർ. ഇത് 5 രൂപയല്ലേ ഉള്ളൂ. പൂജ്യത്തിന് വില ഉണ്ടോ? പൂജ്യത്തിന് വില ഉണ്ട് ഇപ്പുറത്ത്. 5000 മതി. ഇത് ഒരു സന്തോഷത്തിന് ഇപ്പൊ തരുന്നത്. ഞാൻ വെറുതെ ചെയ്തതാണ് ഇത് സംഭവം. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം തോന്നി. നല്ല പ്രകടനമായിരുന്നു. എങ്ങനെയുണ്ട്? തങ്കത്തിൽ സന്തോഷമായില്ലേ? പൊതിഞ്ഞ സന്തോഷമായി. അതെ, അപ്പൊ ഒരു പൊന്നാനയും ഈ ഒരു ചെക്ക്. ഞാൻ ചുമ്മാ ചെയ്ത നിങ്ങളിത് സാരമില്ല, ഭയങ്കര please, please. പൊന്നാനയല്ല, സ്വീകരിക്കണം. പൊൻ ദിനോസർ. ദിനോസർ, അതെ, പൊൻ അതെ. ദിനോസർ. Please, സ്നേഹത്തോടെ സ്വീകരിക്കണം. ഈ ചെക്ക് ഏത് ബാങ്കിൽ എടുക്കുന്നതാണ് ഞാൻ. ആ, ഈ ചെക്കൊന്ന് പിടിച്ചേ. സ്നേഹത്തോടെ മേടിച്ചതാ പാവം.